ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടെയാണുള്ളത്. അതായത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ട് ഇപ്പോൾ നമ്മളുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ പൊക്കാറ എന്ന് പറഞ്ഞ പ്ലേസിലാണുള്ളത്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലേക്കാണ് എൻ്റെ ബാക്ക് കിടക്കുന്നത് കേട്ടോ. ആ ലേക്കിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി ബസ്സിന് കയറി പോകുന്നു. ഏകദേശം ഒരു 5 o'clock ആയപ്പോൾ മോർണിംഗ് ഇവിടെ നമ്മൾ റീച്ച് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ലേക്കിൻ്റെ ഇതിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നല്ല വ്യൂ ഒക്കെ ഉള്ള അവിടെ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ പ്ലേസ് നല്ല വ്യൂ ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ജസ്റ്റ് ഈ ലേക്ക് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ, ഒരുപാട് കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പോണ വേ എന്ന് പറഞ്ഞാൽ. ചില ടെമ്പിൾസ് ആളുകളൊക്കെ ഇപ്പോൾ രാവിലെ എണീച്ചൊരു ഫുള്ള് കിളികളെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കണ്ടില്ലേ. ഇവിടെ നമുക്ക് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 900 രൂപയാണ് വരുന്നത് നേപ്പാൾ മണി. ഇന്ത്യൻ മണി ഏകദേശം ഒരു 500 രൂപ ആ ഒരു ലെവലിൽ എത്തും കേട്ടോ. ഇവിടെ കുറേ കഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇരുന്ന് ചായ ഒക്കെ കുടിക്കുക, അതേപോലെ നമുക്ക് ഫുഡ് കഴിക്കുക, അതിനേക്കുള്ള ബാർ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു വൈബും ഈ ഒരു നമ്മുടെ എന്താ പറയുക ഈ ഒരു രാവിലത്തെ മോർണിംഗ് വിഷ്വൽസൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ വേക്കപ്പ് ചെയ്ത് എണീക്കാൻ വേണ്ടി പറ്റും. ഫുൾ മൗണ്ടൻസ് ആണ്, കുറേ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസ് ആണ്. നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് എന്താണ് നേരെ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ള പ്ലേസ് ഉണ്ട്, അവിടെ പോകണം. അടിപൊളി വ്യൂ ഉള്ള സ്പോട്ട്. സെയിം എല്ലാ സ്പോട്ടും അടിപൊളിയാണ്. ഏകദേശം 5-6 എന്താ പറയുക സ്പേസസ് ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ. എൻട്രൻസ്, ഫസ്റ്റ് എൻട്രൻസ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 5 അങ്ങനെ 5 ഗേറ്റ് ഉണ്ട്. 5ഉം അടിപൊളിയാണ്. ഇപ്പോൾ ഇത് സെക്കൻഡ് ഗേറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതവിടെ ബോട്ട് ഫോർ റെൻറ്റ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി കേട്ടോ. ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി ആളുകൾ ബോട്ടും കാര്യങ്ങൾ തോണി എടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ജസ്റ്റ് ഏകദേശം സമയം ഒരു 7 മണി ആവണേ ഉള്ളൂ കേട്ടോ. ലേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ ഒക്കെ കാണാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ അത്. അത്യാവശ്യം വലിയ ലേക്കാട്ടോ അത്. അങ്ങനെ പതിവ് പോലെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എന്നത്തെയും പോലെ തന്നെ ബ്രെഡും ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. ഷെഫ് മിസ്റ്റർ അഷ്റു. സംഭവം നൈസാട്ടോ. ഈ വ്യൂവും കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഫുഡിനായി കഴിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിനും അങ്ങോട്ട് നോക്കി പൊള്ളി. അതിൻ്റെ ഫോൺ പോയി കേട്ടോ. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ പ്ലേസിൽ ഫോൺ തപ്പിയിട്ട് ഫോൺ കാണില്ല. ലാസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് ഒരു ബ്രെഡ് മേടിക്കാൻ വന്ന കട ഉണ്ട് കേട്ടോ ഇവിടെ. മൂപ്പര് എടുത്ത് വെച്ചിന് സാധനം അവിടെ. മൂപ്പര് നമ്മളവിടെ മറന്നിച്ച് പോകുന്നതേനെ. നമ്മളല്ലേ ചെങ്ങായി അന്തല്ലാതെ പേടിച്ച് നന്നായി. സംഭവം എന്താ സീന് വെച്ചാൽ ഞങ്ങളെ ഏകദേശം നമ്മളെ ക്യാഷും അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഫോൺ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക. ഭാഗ്യം കിട്ടിട്ടോ. ഒരു നിമിഷം ബാഡ് അടിച്ചു കേട്ടോ സത്യത്തിൽ. പൊക്കാര ലേക്ക് അത്യാവശ്യം വലിയ ലേക്കാട്ടോ. ഇതിന് നേരെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ബോട്ട് എടുത്തിട്ട് നേരെ ടെമ്പിളിലേക്ക് പോയിട്ട് ടെമ്പിളിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളിതിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണുള്ളത്. അത്യാവശ്യം വലിയ റിവറാട്ടോ. കാരണം രണ്ട് കളറായിട്ട് കാണുമല്ലോ. കാരണം ഇത് ഒരു റിവർ സൈഡാണ് ഇത്ര. അവിടുന്ന് അങ്ങോട്ട് വേറെ അത്യാവശ്യം വലിയൊരിതാണ്. കുറേ ഒരു ഫിഷിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റൂട്ടോ ഇവിടെ. അവിടെ ഫിഷിങ്ങിൻ്റെ ചെറിയൊരു ബോട്ടൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ആ കാണുന്ന ടെമ്പിളിലേക്ക് പോവാണ്. ബുദ്ധ ടെമ്പിൾസാണ് അത് വരുന്നത്. ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ തോണി എടുത്തിട്ട് പോകണം. സോ ഞങ്ങൾ ബോട്ട് എടുക്കാൻ വേണ്ടി പോകണം. ഷെയറിങ് ബോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറി പോകാനുള്ള പരിപാടി. അതിൻ്റെ ഞങ്ങൾ ജസ്റ്റ് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു, ഫുഡ് ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി ഞങ്ങൾ ഇവിടുന്ന് ഈ ബ്രോൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തിട്ടു. അതായത് ഇപ്പം ഇവിടെയൊക്കെ ഈ വീഡിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമുക്ക് ഈ പുറകെ കാണാൻ അതേപോലത്തെ. അപ്പോൾ ഒരിടത്തൊക്കെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 20 രൂപ ചാർജ് ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തിട്ടു. 5 ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഏകദേശം 100 രൂപ കൊടുത്താൽ മതി കേട്ടോ. രണ്ടാൾ ബാഗ് ഇത് അവിടെ വെച്ച് അതേപോലെ തന്നെ അവിടുത്തെ ബോട്ടിംഗ് കൗണ്ടറിൽ പോയിട്ട് നമ്മളെ ബോട്ടിംഗ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെ എന്താ പറയുക
ജാക്കറ്റ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഇവിടുന്ന് ഷെയറിംഗ് തോണി വരുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി പോകണം. ഞങ്ങൾക്ക് രണ്ടാൾക്ക് വന്ന ചാർജസ് പറഞ്ഞാൽ 280 റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് 140 റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത്. നേപ്പാളി മണിയാണ് കേട്ടോ. ഇനി നമ്മളിതാ ഇതേപോലത്തെ തോണിയിൽ കയറിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ആ കാണുന്ന മന്ദിരത്തിലേക്ക് പോവാണ്. ഇതേപോലെ ആയിരിക്കും പോവാ, 3-4 ആൾക്കാരുള്ള ബോട്ടായിരിക്കും. ആ തോണി സ്റ്റാർട്ട് ചെയ്താ നമ്മൾ പോവാട്ടോ. നമ്മളെ വണ്ടി എത്തി, നമ്മളെ തോണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് ഇറങ്ങിട്ടോ. എന്നെ ചുറ്റുള്ള വ്യൂ ഒക്കെ എന്ത് രസമല്ലേ, അടിപൊളിയാട്ടോ. പിന്നെ അങ്ങോട്ട് ഫുൾ പക്ക ഫോറസ്റ്റ് ആണ്, കാട്. അതിലൂടെ ഇങ്ങനെ ഈ തോണി അതിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല രസമാണ്. നമുക്ക് വേണമെങ്കിൽ ബോട്ടൊക്കെ എടുത്തിട്ട് ആ കാണുന്ന ദൂരത, ആ വിദൂരതായിട്ടുള്ള പ്ലേസിലേക്കൊക്കെ പോകാൻ കഴിയും കേട്ടോ. ടെമ്പിളിൻ്റെ അകത്തുള്ള പ്രതിഷ്ഠയുണ്ടത്. ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ അകത്തൊരു പ്രതിഷ്ഠ ഉണ്ട്, അതാണ് മെയിനാണ്. ഈ ചെറിയ 2 പ്രതിഷ്ഠകൾ മാത്രമേ ഉള്ളൂ ഈ ആ ടെമ്പിളിലുള്ളത്. ബാക്കി കുറേ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ മീനിനൊക്കെ ഫുഡ് കൊടുക്കാനുള്ള ഫുഡുകൾ, സോയാബീന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ ആളുകൾ ഭക്ഷണം കൊടുക്കട്ടെ മീനിന്. ഓ വലിയ മീനാട്ടോ, ഇഷ്ടം പോലെ മീനുണ്ട്. ചൂണ്ടിലിട്ട് പിടിക്കുക, ഫ്രൈ ആക്കാം അല്ലേ. ഓടാ വലിയ മീനാട്ടോ. മൊയ്യൊക്കെ ഉണ്ടല്ലോ, മൊയ്യാണത് അല്ലേ. അവിടെ ടെമ്പിളിലൊക്കെ എന്ന് പറഞ്ഞാല് തേങ്ങ അതേപോലെ എറിഞ്ഞൊടിക്കണ പരിപാടിയല്ലല്ലോ. ഇവിടെ എന്താ വെച്ചാൽ ഈ ഒരു മെഷീനല്ലേ, ഈ ഒരു മെഷീൻ്റെ അകത്ത് നേരെ തേങ്ങ വെച്ചിട്ട് നേരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് പൊട്ടി പോയിട്ടു. അങ്ങനെ പീസാക്കിയിട്ട് ഇവിടെ നേരെ അമ്പലത്തിൽ ടെമ്പിളിൽ കൊടുക്കുക. മന്ദിരത്തിന് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ റിട്ടേൺ പോവാം കേട്ടോ. ഇതേപോലെ ഷെയറിംഗ് ബോട്ട് എടുത്തിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. ഒരാൾക്ക് 140 റുപ്പീസാണ് വരുന്നത്, അതായത് നേപ്പാൾ മണി കേട്ടോ, 140 റുപ്പീസ്. നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോകണം. ഓക്കെ കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരു ആമസോൺ കാട്ടിലേക്കൊക്കെ പോയ സെയിം ഫീലാണ്. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ തോണിയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് രാവിലെ ഓൾറെഡി നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായി. സെക്കൻഡ് റൗണ്ട് ഫുഡ് കഴിക്കണം എന്നാണ് കുറച്ച് പറയണേ. അപ്പോൾ എന്താ കോളിഫ്ലവർ അല്ലേ, കോളിഫ്ലവറും ബ്രെഡും മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടയിലേക്ക്. ഇതിലെ പോണോ അപ്പോൾ അതിലെ പോലെ ആ മെയിൻ റോഡിലേക്ക് തന്നെ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കോളിഫ്ലവറും കിട്ടുകയാണെങ്കിൽ കോളിഫ്ലവറും മേടിച്ചിട്ട് ഫ്രൈ അടിക്കണം, കഴിക്കണം. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കണം. മാരത്തോൺ റേസ് നടക്കണ്ടേ, ഏകദേശം മാരത്തോൺ ഓടി കഴിഞ്ഞ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് പരിപാടി. ആളുകളൊക്കെ അവിടെ കിടക്കണില്ലേ. ഉള്ള അതേപോലത്തെ സൂപ്പർ മാർക്കറ്റ് ആട്ടോ. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ലിക്കർ അവൈലബിൾ ആണ്, മദ്യം കിട്ടും. അതിന് മദ്യത്തിനായിട്ട് വേറെ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അവിടെ സാധാരണ നോർമൽ ഷോപ്പുകളിൽ എന്ത് ചെയ്യും, നോർമൽ ഷോപ്പുകളിലല്ല ഇതേപോലത്തെ ചെറിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് മദ്യം കിട്ടും. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് വരുന്നത്. പൊക്കാറോ ലൈക്ക് സൈഡിലുള്ള ഏരിയകളാണ് ഇതൊക്കെ. കുറേ ഹിപ്പീസ് കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല അടിപൊളി ക്രാഫ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ടീഷർട്ട് എടുത്തത് ഈ ഒരു സാധനം. ഞാൻ ഓൾമോസ്റ്റ് നാട്ടിൽ നിന്ന് വരുന്ന മുതൽ ഞാൻ ഇട്ട ഡ്രസ്സിനെ ഇട്ടിട്ട് എനിക്ക് ഇന്നെ കണ്ടിച്ച് അടച്ചിന് ലാസ്റ്റ്. അപ്പം അങ്ങനെ വാങ്ങിയിട്ടിട്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡിനുള്ള ഒരു കോളിഫ്ലവർ മേടിച്ച് ഇതേപോലെ ഇവിടുത്തെ വില്ലേജ് ആട്ടത്. നമ്മളെ ടൗണിൽ നിന്ന് സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ ഇനി വില്ലേജ് ഇങ്ങനെ കയറാനുള്ള പരിപാടിയാണ്. ഈ ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കടുകില്ലേ, കടുകുണ്ടാക്കണ കടുകുണ്ടാക്കുന്ന ചെടിയാണിത്. കടുകെണ്ണ ഉണ്ടാക്കുന്ന ചെടി ഇവിടെ ധാരാളമായിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഞങ്ങൾ നേരെ വില്ലേജ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ നടന്ന് ഇപ്പം ഇങ്ങനെ നടക്കുകയാണ്. ഈ കാണുന്ന മലൻ്റെ മേലൊക്കെ ഇങ്ങനെ കയറാനുള്ള പരിപാടിയാണ്. വില്ലേജൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കോളിഫ്ലവറിൻ്റെ കൃഷിയാട്ടോ ഇത്. കോളിഫ്ലവറാണ് ഇത് കാണുന്നതൊക്കെ. പൈമിലൊന്നും ഇല്ല, ഇനി ആയിട്ട് വേണം. ഇവിടുത്തെ മെയിൻ കൃഷികളാണിത്, കോളിഫ്ലവർ. ഇവിടെ വില്ലേജിലൊരു വീടാട്ടത്. കല്ലുകൾ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ടാക്കിയൊരു വീട്.
അതേപോലെ അതിൻ്റെ പുറം എന്നൊക്കെ പറഞ്ഞാൽ ഷീറ്റാണ് കേട്ടോ. ഈ സൈഡ് കാണുന്നതൊക്കെ ഷീറ്റാണ്. ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ കല്ലാണ്, ഇതൊക്കെ കല്ലാണ്. ഇത് വെട്ടുകല്ല് പോലത്തെ എന്തോ സെറ്റപ്പ്. അത് കുറേ കയറാണ്ടിത്. ഇതിൻ്റെ ഈ വില്ലേജിൻ്റെ ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കേബിൾ കാർസിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ബാഗ് ഉള്ളതുകൊണ്ട് കുറച്ച് സീനുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ബാഗ് സാധനങ്ങൾ ഞങ്ങളെ പുറകെ കാണുന്നത് ഈ വീടില്ലേ, ഈ വീട്ടിൽ കൊടുത്തിട്ടോ. അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സാധനം, അതായത് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഗ്യാസ്, വെള്ളം മേലെടുക്കാം, ഗ്യാസ്, സ്റ്റൗവ്, അതേപോലെ നമ്മളെ ബ്രെഡ്, കോളിഫ്ലവർ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് സാധനങ്ങൾ മാത്രം ഒരു കവറിലിട്ടിട്ട് നേരെ ഇതിൻ്റെ ടോപ്പിലേക്ക് കയറുക കേട്ടോ. അങ്ങോട്ട് നമ്മൾ വിചാരിച്ചാൽ അവിടെ പോയി കുറച്ച് ഫുഡ് ഉണ്ടാക്കി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അവിടെ നേരെ ഇറങ്ങി വന്നിട്ട് ബാഗ് എടുക്കുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു മൗണ്ടൻസ് ഉണ്ട്, അവിടെ പോയി ടെൻറ്റ് അടിക്കാനുള്ള പ്ലാനിലാണ്. അവിടെ ടെൻറ്റ് സ്റ്റേ അടിക്കാനുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് നടന്ന് പോയോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ബാക്കി മേലെത്തിയിട്ട് കാണാം. ആ കാണുന്നത് നമ്മൾ പൊക്കാര ലേക്കാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒരു വീടാണിത്, ഈ നേരെ എൻ്റെ ഫ്രണ്ടിലുള്ളത് ഈ കാണുന്ന വീടാത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ടോപ്പിലേക്കൊന്നും കയറില്ല, ജസ്റ്റ് ടോപ്പ് അത് കയറാണെങ്കിൽ കുറേ കയറാനുണ്ടോ, അത് അങ്ങോട്ട് കയറാണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു പ്ലേസ് കിട്ടി നമ്മൾ എന്ത് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റീസിലേക്ക് തിരിഞ്ഞ്. ഫുഡാണ് നമുക്ക് എപ്പോഴും മെയിൻ. അപ്പോൾ കോളിഫ്ലവർ ആണെന്ന് ഉണ്ടാക്കണം കേട്ടോ. കോളിഫ്ലവർ എന്താടാ, ഫ്രൈ അല്ലേ? യെസ്, കോളിഫ്ലവർ ഫ്രൈ. അപ്പോൾ ഇനി വെള്ളം വേണം. വെള്ളം നമ്മൾ ആകെ ഒരു ബോട്ടിൽ മേടിച്ചുള്ളേ. അപ്പം ഇനി ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് ഫുഡ് കേക്ക് സെറ്റാക്കണം. അപ്പോൾ ഇത് ഞാൻ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് കുറച്ച് വെള്ളം സംഘടിപ്പിക്കണം. ഓക്കെ, എന്നാൽ ഈ കേക്കാനുള്ള പരിപാടി നോക്കാം. ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചു ഫുഡൊക്കെ ഉണ്ടാക്കാൻ? ഞാൻ പഠിക്കാൻ പോയിട്ടാ പണ്ട് ഇവിടെ ഷെഫാൻ വേണ്ടി പോയില്ലേ? നല്ല അടിപൊളിയാണ്. എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ ഈ സാധനം ഉള്ളതുകൊണ്ടുള്ള സുഖം എന്താ വെച്ചാലേ, ഈ ഗ്യാസ് ഉള്ളതുകൊണ്ട് നമ്മൾ പട്ടിണി എടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. എൻ്റെ ഫുഡ് അടിപൊളിയാ, എൻ്റെ ഫുഡ് നൈസല്ലേ. നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം. നമുക്ക് ഈ മുട്ടയും ബ്രെഡിൻ്റെ പരിപാടി വൈകിട്ടേ ചിക്കൻ മേടിക്കണ്ട. നമുക്ക് ചിക്കൻ ഫ്രൈ മേടിച്ചിട്ട് മീൻ നമുക്ക് ചൂണ്ടലായിട്ട് പിടിക്കാൻ നോക്കാം, കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ലേക്കിൽ അലോഡ് കേട്ടോ, സീനൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ലേക്കിൽ നമുക്ക് ചൂണ്ടിടാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ മീൻ കിട്ടുമെന്നാ, അത്യാവശ്യം നല്ല മീനുണ്ട് പക്ഷേ ആ സൈഡിലൊക്കെ. പക്ഷെ നമ്മൾ ഇട്ടുന്ന സൈഡിൽ കിട്ടൂല. അപ്പോൾ അത് ഓന അവിടെ ആക്കിയിട്ട് ഞാൻ അത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. ശരിക്കും ഇതിലൂടെ കരുവി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണിത്. പക്ഷെ ഒരു മൺസൂൺ സീസണിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു വീടൊക്കെ, അത് ഫുള്ള് കല്ല് മാത്രം വെച്ചിട്ടുള്ളൊരു വീട്. ഐ തിങ്ക് അത് എന്താ പറയുക, നമ്മൾ ഗസ്റ്റ് ഹൗസൊക്കെ ആയിട്ട് കൊടുക്കുമല്ലോ, മീൻസ് റൂംസൊക്കെ ആയിട്ട് കൊടുക്കുമല്ലോ, അങ്ങനത്തെ സെറ്റപ്പ് ഇല്ലേ. നല്ല അടിപൊളി കഫേസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ശരി, താങ്ക് യു. ഇപ്പോൾ ഇതാ ഇവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് വെള്ളം മേടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് റിട്ടേൺ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ഫുഡ് റെഡി ആയിട്ടോ. കോളിഫ്ലവർ, അതേപോലെ ബ്രെഡ്, ഇതേപോലെ നല്ല അടിപൊളി വ്യൂ. നമ്മളങ്ങനെ നേരത്തെ നമ്മൾ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അതിനെ ബാഗ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലേസിൽ നിന്ന് ബാഗ് എടുത്തിട്ട് നമ്മൾ നേരെ പൊക്കാരോ ലേക്ക് സൈഡിലേക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അവിടെ പോയിട്ട് ഇതിന് കഫേയിലൊക്കെ പോയിട്ട് ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം കഫേയിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ അവിടെ തന്നെ ഏതെങ്കിലും ബേസ് ആയിട്ട് നോക്കണം. ടെൻറ്റിന് റിവർ സൈഡിൻ്റെ അടുത്തായിട്ട് തന്നെ ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ വില്ലേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. വില്ലേജിൻ്റെ വീടുകളാണ്. ഇതിൻ്റെ മേറ്റ് ടോപ്പിലേക്ക്, ആ മലൻ്റെ ടോപ്പിൻ്റെ ആ സൈഡിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പൊക്കാറോ മറ്റേ ലൈക്യൂവിൻ്റെ അടുത്തുള്ള ഒരു കാർണിവൽ സെറ്റപ്പ് ആട്ടോ. കാർണിവൽ അല്ല, ഇത് ഫുൾ ടൈം ആയിട്ട് ഇവിടെ ഉള്ള സെറ്റപ്പാണെന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് ജസ്റ്റ് സമയങ്ങളിൽ മാത്രമുള്ളതല്ല. ഇതിൻ്റെ അകത്ത് നമ്മളെ സ്കേറ്റിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ക്ലബിങ് പരിപാടികൾ, എല്ലാ കുട്ടികൾക്കുള്ള സെറ്റപ്പ്, അതേപോലെ വലിയവർക്കുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർ സ്കേറ്റിങ് ചെയ്യണ ചക്രസൂമിലാ പരിപാടി. പഠിപ്പിക്കണം അവിടെ എങ്ങനെ പോവാന്നുള്ളത്.
ചായ കുടിച്ചിട്ട് നമ്മളെ ക്യാഷ് ഒന്ന് മാറാൻ വേണ്ടി വന്നോട്ടോ. ഇവിടെ എന്താ വെച്ചാൽ ഇതേപോലത്തെ ഷോപ്പ് ഉണ്ടാവും, അവിടെ പോയിട്ട് എന്താ നമ്മൾ ക്യാഷ് മാറാൻ വേണ്ടി പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്യാഷ് കയ്യിൽ, അതായത് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഇന്ത്യൻ മണി ഇല്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മളെ ഗൂഗിൾ പേ അല്ലേ, ഇവിടെ ഗൂഗിൾ പേ ത്രൂ ആയിട്ട് UPI ത്രൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ലിക്വിഡ് മണി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഗൂഗിൾ പേ ത്രൂ ആയിട്ട് എന്ത് ചെയ്യാം, അതിനെന്ത് ഒരു 50 റുപ്യ, ഇവിടുത്തെ ഒരു 50 റുപ്യ ചാർജ് മാത്രമേ വരുള്ളൂ അതിന്. സോ നല്ല ബെറ്റർ ഓപ്ഷനാണ്. എല്ലാ കടകളിലൊന്നും ഇല്ല, നമ്മൾ 2 ഷോപ്പ് ചോദിച്ചത് 3ാമത്തെ ഷോപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസ് കിട്ടിയിട്ടുള്ളത്. സ്ട്രീറ്റ് ഏകദേശം ഫുള്ള് ഓണായി വരട്ടെ. ഇവിടെ ഡാൻസ് ബാർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഫുൾ കഫേകളൊക്കെ ഓണായി, ഫുള്ള് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി, ഇങ്ങനെ വന്നു. ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് വരുന്നത്. നൈറ്റൊക്കെ ഫുള്ള് സെറ്റാട്ടോ. ഇവിടെ കുറേ കഫേസ്, ഫുഡ് കാര്യങ്ങള്, ലിക്കേഴ്സ് കാര്യങ്ങൾ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനമായി പോവാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഞങ്ങള് ഏകദേശം എന്താ പറയാ, നമ്മളേകദേശം സാധനം വാങ്ങാൻ 10 കടയിൽ പോയിട്ടുണ്ടായിരുന്നു. മീൻസ് ചിക്കനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഒരു കടയിൽ നിന്നും, മറ്റത് വേറൊരു കടയിൽ നിന്നും, വേറൊരു കടയിൽ നിന്നും, അങ്ങനെ പോയി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പോൾ അത് സാധനം മേടിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. എത്ര രൂപേനെ സാധനം അടച്ചത്? 500 രൂപേനെ സാധനം ആട്ടത് മതിനി. ഇനി ഏതായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് പോയിട്ട് നമ്മളെ ബാഗ് എടാ അവിടെ അല്ലടാ, ഇങ്ങോട്ടോടെ ഒരു ബാഗ്, നമ്മളെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ടായിനി. ഞാൻ അവിടെ പോയിട്ട് ബാഗ് എടുത്തിട്ട് സാധനം സെറ്റാക്കണം, ഫുഡ് സെറ്റാക്കാനുള്ള പരിപാടികൾ നോക്കണം. ഇന്നത്തെ ഞങ്ങളെ ഭക്ഷണം ആട്ടത് ചിക്കനാണിത്. ചിക്കൻ പൊള്ളിച്ചത്, ചിക്കൻ ഉണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൊറാട്ട മേടിച്ചിട്ടുണ്ട് ഞങ്ങള്. സം കൈൻഡ് ഓഫ് ഉള്ളി, സംതിങ്, ടൊമാറ്റോ എല്ലാം കൂടിയിട്ട് ഒരു എന്താ പറയുക, ഒരു കടായി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ചിക്കനായി, ചിക്കൻ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചു. എന്നിട്ട് നേരെ ഉള്ളി ഇടണം, ഉള്ളി വാട്ടിയിട്ട് ഗ്രേവി ടൈപ്പാക്കി കഴിക്കാനുള്ള പരിപാടിയാണ്. പൊറോട്ട അവിടെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ പാക്കറ്റ് പൊറോട്ട കേട്ടോ മേടിച്ചിട്ടുള്ളത്. അറിയോ പൊറാട്ട? ഏതാ പൊറാട്ട? കരിഞ്ഞല്ലോ, ഉള്ളിയാണ്.